വചനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ വഴിതെറ്റിപ്പോയ ആൾ പശ്ചാത്തപിച്ച് തിരിച്ചെത്തുന്നത് പോലെയാണ്. മുടിയനായ പുത്രൻ പശ്ചാത്തപിച്ച് സ്വകുടുംബത്തിലേക്ക് അച്ഛനെ കാണാൻ തിരിച്ചു വന്ന കഥ പോലെ ആസ്വാദ്യമാണ് തിരികെ മതം മാറി വരുന്നവർ. തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള പ്രയോഗം ഒരുപക്ഷെ ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി ആയിരിക്കും. പക്ഷേ ഘർ വാപസിയുടെ ചരിത്രം കഴിഞ്ഞ ഒരു വർഷത്തെ അല്ല. ആ ഒരു വർഷത്തിനുള്ളിൽ ഭാരതത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിനെ പ്രതിരോധിക്കുവാൻ ആയുധമില്ലാത്ത ചില രാഷ്ട്രീയക്കാരും തൽപരകക്ഷികളും ഇപ്പോൾ ഇതൊരു കോലാഹലമാക്കി മാറ്റി എന്ന് മാത്രം. 1200 വർഷത്തെ ചരിത്രം ഘർ വാപസിക്കുണ്ട് ഭാരതത്തിൽ. അതുകൊണ്ട് അതൊരു ലഘുവായ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമല്ല. 1200 വർഷത്തെ നിരന്തരമായ ചരിത്രത്തിന്റെ ഒടുവിലത്തെ അനുഭവമോ ഉദാഹരണമോ മാത്രമാണ് അടുത്ത കാലത്ത് നടന്നിട്ടുള്ളത്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച ഹരിഹരനും ബുക്കനും മുതൽ ഇപ്പോൾ നമ്മുടെ ആദരണീയനായ അധ്യക്ഷൻ പറഞ്ഞ മാധവിക്കുട്ടി വരെ അഥവാ കമലാസുരയ്യ വരെ ഘർ വാപസിയാണ്. മാധവിക്കുട്ടി അങ്ങോട്ട് മതം മാറി കമലാസുരയ്യ ആയത് വാർത്തയാക്കിയവർ. അവർ ശിരോവസ്ത്രം ഉപേക്ഷിച്ചതും മതം ഉപേക്ഷിച്ചതും വീണ്ടും മാധവിക്കുട്ടിയായി മാറിയതും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പുറത്തു വിടാതിരുന്നത്? ആ ശിരോവസ്ത്രത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടി അവർ ഗുരുവായൂരിലെ പുന്നയൂർ കുളത്ത് നിന്ന് പൂനെയിലേക്ക് രക്ഷപ്പെട്ടു പോയതിനെ കുറിച്ചും മാധ്യമങ്ങളാരും ചർച്ച ചെയ്യുകയോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തോ പൊട്ടിവീണ ഒരു ഏർപ്പാടാണ് എന്ന ധാരണയിൽ ഘർ വാപസിയെ കാണുന്നവർ ഒന്നുകിൽ ചരിത്രത്തെ തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ഈ കോലാഹലം ഉണ്ടാക്കുന്നവർ പറയുന്ന കാര്യം അത് മതസൗഹാർദ്ദത്തെ തകർക്കും എന്നാണ്. മതം അങ്ങോട്ട് മാറിപ്പോവാം. ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഇതര മതങ്ങളിലേക്ക് മതം മാറിപ്പോകുവാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ ആരെങ്കിലും തിരിച്ച് ഹിന്ദു സമൂഹത്തിലേക്ക് മതം മാറി അഥവാ സ്വമതത്തിലേക്ക് തിരിച്ചു വരുന്നത് മതസൗഹാർദ്ദത്തെ തകർക്കും എന്നാണ് ഇപ്പോഴുള്ള ഒരാരോപണം. പല ആരോപണങ്ങളിൽ ഒന്ന് അതാണ്. അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം വളരെ ലഘുവായത്, മതസൗഹാർദ്ദം എവിടെയാണ് നിലനിൽക്കുന്നത്? മതസൗഹാർദ്ദം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ഭാരതത്തിൽ എവിടെയെങ്കിലും ഹിന്ദു സമൂഹം ന്യൂനപക്ഷമായ ഒരിടത്ത് മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് കാണിച്ചു തരാമോ? എല്ലാ മതങ്ങൾക്കും സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കുവാൻ, പെരുമാറുവാൻ, ആരാധിക്കുവാൻ, വിശ്വസിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരിടം ബഹുഭൂരിപക്ഷവും ഹിന്ദു അല്ലാതായ ഒരിടത്ത് കാണിച്ചു തരാൻ കഴിയുമോ? മറ്റൊന്ന്, മതസൗഹാർദ്ദം ഉണ്ടായത് കേരളത്തിലെ ക്രൈസ്തവ, ഇസ്ലാമിക, ഹൈന്ദവ വിശ്വാസികൾ ഒന്നിച്ച് സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നത് കൊണ്ടാണ് ഇവിടെ മതസൗഹാർദ്ദം നിൽക്കുന്നതെങ്കിൽ, ആ സംഭാവന എല്ലാ മതത്തിൻ്റെതുമാണെങ്കിൽ ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം, നമുക്ക് മെക്കയിൽ ഒരു അയ്യപ്പ ക്ഷേത്രം പണിയാൻ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ? ഇസ്ലാം മതം എല്ലാ മതത്തിനെയും ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, കൊണ്ടു നടക്കാൻ തയ്യാറാണ്. എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന ഇസ്ലാമിന്റെ ആസ്ഥാനത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ വാവരുപള്ളി, ശബരിമലയിൽ വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു അയ്യപ്പ ക്ഷേത്രം മെക്കയിൽ സ്ഥാപിക്കുവാൻ അനുവദിക്കുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അനുവദിക്കില്ല? ലോക ക്രൈസ്തവ കേന്ദ്രമാണല്ലോ വത്തിക്കാൻ. അവിടെ ഒരു ഗുരുവായൂരപ്പന്റെ അമ്പലം. മതസൗഹാർദ്ദമല്ലേ? എല്ലാ മതവും സത്യമല്ലേ? എല്ലാ മതവും നേരല്ലേ? നമ്മൾ ഒന്നിച്ചു പൊറുക്കേണ്ടതല്ലേ? ലോകത്തിന്റെ ഭാവി വാഗ്ദാനമല്ലേ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് സാധ്യമാണോ? അല്ലെങ്കിൽ മതസൗഹാർദ്ദം ആരുടെ സംഭാവനയാണ് എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടതാണ്. സ്വന്തം ബുദ്ധി പണയപ്പെടുത്തിയിട്ടില്ലാത്തവരും ചിന്തിക്കേണ്ടതാണ്. മതസൗഹാർദ്ദം എത്ര കാലം നിലനിൽക്കും എന്നുള്ളതിന്
മെക്കയിലേക്ക് പോകേണ്ടതില്ല, വത്തിക്കാനിലും പോകേണ്ടതില്ല, പാകിസ്ഥാനിലോ ഇറാനിലോ പോകേണ്ടതില്ല. കേരളത്തിൽ അല്പം വടക്കോട്ട് മാറി സഞ്ചരിച്ചാൽ മതി. മലബാർ സൈഡിൽ പോയാൽ അവിടെ വിദ്യാലയങ്ങളുണ്ട്, സർക്കാർ വിദ്യാലയങ്ങൾ. മതേതര വിദ്യാലയങ്ങളാണല്ലോ എല്ലാം. കാരണം സർക്കാർ മതേതര സർക്കാരാണ്, എല്ലാ പാർട്ടികളും മതേതര പാർട്ടികളാണ്, നമ്മുടെ നാട് മതേതര രാജ്യമാണ്, മതേതര സംസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ ആ മലബാർ പ്രദേശത്തെ അനവധി സ്കൂളുകൾക്ക്, സർക്കാർ സ്കൂൾ, എയ്ഡഡ് സ്കൂളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സർക്കാർ സ്കൂളുകൾക്ക് പുതിയ പേരുകളുണ്ട്. പുതിയതെന്ന് വെച്ചാൽ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങളായിട്ട്. ആ പേരുകൾ ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ. അതെങ്ങനെയാണ് ഈ ഗവൺമെന്റ് മാപ്പിളയാവുന്നത് എന്ന് വെച്ചാൽ, എപ്പോഴാണോ മതേതര സർക്കാരിന്റെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 51% മുസ്ലിം വിദ്യാർത്ഥികളാവുന്നത്, അതായത് 51% ഹിന്ദു സംഖ്യ നിലനിൽക്കുന്നിടത്ത് നിന്ന് ഹിന്ദു വിദ്യാർത്ഥികളുടെ എണ്ണം 49 ചുരുങ്ങുകയും ആ 2% അധികമായി മാപ്പിള വിദ്യാർത്ഥികൾ ആയി മാറുകയും ചെയ്താൽ അന്നു മുതൽ മതേതര വിദ്യാലയം മാപ്പിള വിദ്യാലയം എന്ന് നാമകരണം ചെയ്യണം. ഇത് സർക്കാരിന്റെ നിയമമാണ്. 51% നിന്ന് കുട്ടികളുടെ എണ്ണം 49 കുറയുകയും ഹിന്ദു വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയും, എപ്പോഴാണോ ആ വിദ്യാർത്ഥികളിൽ 51% മുസ്ലിം കുട്ടികളാവുന്നത് അന്നു മുതൽ സർക്കാർ വിദ്യാലയം മാപ്പിള വിദ്യാലയമാകും, മതേതര വിദ്യാലയം മാപ്പിള വിദ്യാലയം ആകും. അതായത് മതേതരത്വം നിലനിൽക്കുന്നത് 2% ഹിന്ദു ജനസംഖ്യയെ ആശ്രയിച്ചാണ് എന്നർത്ഥം. എപ്പോഴാണോ ഈ 50-ൽ നിന്ന് 49 ആകും, 51-ൽ നിന്ന് 49 ആകും, അത് വിദ്യാലയത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും രാജ്യത്തിലാണെങ്കിലും ആ രാജ്യം, ആ സംസ്ഥാനം, ആ വിദ്യാലയം, ആ സ്ഥാപനം മതേതരത്വം അവസാനിപ്പിക്കും. അതുകൊണ്ട് ഖർവാപ്പസി കൊണ്ട് മതസൗഹാർദ്ദം തകർക്കും എന്ന് പറയുന്നവർ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിന്റെ നേരെ. മതേതരത്വം തകരും എന്ന് പറയുന്നവർ ചരിത്രത്തിന്റെ നേരെ പല്ലിടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മോഡി വന്നതുകൊണ്ടല്ല ഈ ഖർവാപ്പസി നടന്നു പോകുന്നത്. ഖർവാപ്പസിയുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, 1200 വർഷത്തേതാണ്. ഭാരതം നിലനിൽക്കുന്നത് ഖർവാപ്പസി കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ഈ ശേഷിച്ച രാജ്യം അവശേഷിക്കുമായിരുന്നില്ല. ഖർവാപ്പസി എന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നില്ലെങ്കിൽ ഭാരതം അവശേഷിക്കുമായിരുന്നില്ല. ഭാരതം നിലനിൽക്കണം, ഭാരതമായി നിലനിൽക്കണം, മതസൗഹാർദ്ദമുള്ള രാജ്യമായി നിലനിൽക്കണം. അങ്ങനെയൊക്കെ നിലനിൽക്കണമെങ്കിൽ, മതവൈവിധ്യം ഭാരതത്തിൽ നിലനിൽക്കണമെങ്കിൽ, സാംസ്കാരിക വൈവിധ്യം ഭാരതത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഹിന്ദു സംസ്കാരം ഭൂരിപക്ഷമായി ജീവിക്കുന്ന ഒരു ജനത ഈ രാജ്യത്തുണ്ടായിരിക്കണം. ആ ജനത ഉണ്ടായിരിക്കണമെങ്കിൽ മതം മാറി പോയിക്കൊണ്ടേയിരിക്കുന്നത് ഒരു വശത്തേക്ക് പോയാൽ അത് അവസാനിക്കും. തിരിച്ചു കൊണ്ടുവന്ന് സന്തുലനം നിലനിർത്തേണ്ടത് ഉണ്ട്. ഭാരതം മതങ്ങളുടെ പൂങ്കാവനമാണ്. ആ പൂങ്കാവനം എത്ര കാലം അവശേഷിക്കും? പൂങ്കാവനം അല്ലല്ലോ മാത്രമല്ല നാട്ടിലുള്ളത്, തോട്ടങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്. പൂന്തോട്ടവും പൂങ്കാവനവും രണ്ടാണ്. പൂങ്കാവനം പ്രകൃതിയുടെ സൃഷ്ടിയാണ്. അവിടെ അനേകം വൈവിധ്യങ്ങളുള്ള സസ്യങ്ങൾ ഉണ്ടാവും, പുഷ്പങ്ങൾ ഉണ്ടാവും, നിറങ്ങളുള്ളതും ഇല്ലാത്തതും, ദുർഗന്ധമുള്ളതും സുഗന്ധമുള്ളതും നിർഗന്ധ പുഷ്പങ്ങളും ഉണ്ടാവാം. എല്ലാ തരം നിറങ്ങളുള്ളത്, കാലപ്പഴക്കങ്ങളിൽ വൈവിധ്യമുള്ളത്. ഈ വൈവിധ്യങ്ങളും വൈചിത്ര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് പൂങ്കാവനം. പൂന്തോട്ടം വച്ചു പിടിപ്പിക്കുന്നതാണ്, തോട്ടം എല്ലാം വച്ചു പിടിപ്പിക്കുന്നതാണ്. ലോകത്തിൽ, ഭാരതത്തിൽ, കേരളത്തിൽ മതങ്ങളുടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും പൂങ്കാവനങ്ങളെ വെട്ടി നശിപ്പിച്ച് തോട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാരാണ്? തോട്ടമുടമകൾ ആരാണ്? പൂങ്കാവനത്തിന്റെ വൈവിധ്യങ്ങളെ മുഴുവൻ തകർത്ത് തോട്ടം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ മതത്തിന്റെ ദൃഷ്ടിയിലും തോട്ടം തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ തോട്ടം മാത്രമായാൽ അവിടെ ഒരിനത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ, ഒരു രൂപത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ. അങ്ങനെ അല്ലാതെ ചെറുതും വലുതുമായ എല്ലാ തരം മതങ്ങളും നിലനിൽക്കണമെങ്കിൽ
ചെറുതും വലുതുമായ എല്ലാ തരം വിശ്വാസങ്ങളും നിലനിൽക്കണമെങ്കിൽ, ചെറുതും വലുതുമായ എല്ലാ തരം ആരാധനകളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭാരതത്തിൽ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായി നിൽക്കണം. ഭാരതം ഭാരതമായി നിലനിൽക്കണം. ആ വൈവിധ്യത്തെ തകർക്കുന്നത് കൊണ്ടാണ് ലോകത്ത് സംഘർഷമുണ്ടാകുന്നത്. ആ വൈവിധ്യത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നിടത്താണ് സംഘർഷമുണ്ടാകുന്നത്. ഖർവാപ്പസിയുടെ ചരിത്രം ഭാരതത്തിലുള്ളത് കൊണ്ട് ഭാരതം നിലനിൽക്കുന്നു. ഖർവാപ്പസി ഇല്ലാത്തത് കൊണ്ട്, ഖർവാപ്പസിയുടെ രസതന്ത്രം അറിയാതെ പോയത് കൊണ്ടാണ് ലോകത്തിലെ അതിവിശിഷ്ടങ്ങളായിരുന്ന സംസ്കാരങ്ങൾ മുഴുവൻ ഇന്ന് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുവാൻ കാരണം. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെ പോയി? നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച പേർഷ്യൻ സംസ്കാരം എവിടെ പോയി? റോമ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇൻക, മായ, ആസ്തെക്ക്, പേർഷ്യൻ എവിടെ? ഈ സംസ്കാരങ്ങളൊക്കെ ഇന്ന് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? ചരിത്ര പാഠപുസ്തകത്തിലെ വെറും വരികളിൽ, ചരിത്ര പുസ്തകങ്ങളിലെ ജീവനില്ലാത്ത അക്ഷരങ്ങളായി ലോക സംസ്കാരങ്ങൾ മുഴുവൻ വിലയം പ്രാപിച്ചു പോയെങ്കിൽ അതിന്റെ കാരണം ആ രാജ്യങ്ങളിലൊന്നും ഖർവാപ്പസിയുടെ രസതന്ത്രം അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പോയ ഒരു രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയല്ല, മത നേതാവ് വിലപിച്ച ഒരു വാക്യം ഞാൻ വായിക്കാം. ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു, അദ്ദേഹം കർത്തവിന്റെ ബിഷപ്പാണ്. ഉഗാണ്ടയിലെ, ആഫ്രിക്കയിലെ ബിഷപ്പായിരുന്ന ഡെസ്മണ്ട് ടുട്ടു ഒരിക്കൽ പറഞ്ഞ വാക്യം ഇതാണ്: സുവിശേഷകർ ആഫ്രിക്കയിൽ വന്നപ്പോൾ അവർക്ക് ബൈബിളും ഞങ്ങൾക്ക് ഭൂമിയും ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ണടച്ചു, തുറന്നപ്പോൾ ഞങ്ങൾക്ക് ബൈബിൾ കിട്ടി, അവർക്ക് ഭൂമിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത്? ആഫ്രിക്കയുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ചരിത്രത്തിന്റെ പരിച്ഛേദമാണ് ടുട്ടുവിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. തിരിച്ചു വരുന്നവർ ഏത് ജാതിയിലേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ മതേതര രാഷ്ട്രീയ നേതാക്കന്മാരിൽ ചിലരുടെ ചോദ്യം. വരുന്നവർ ഏത് ജാതിയിലേക്കാണ് ചോദിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരും അപൂർവം ചില മുസ്ലിം പ്രസംഗകന്മാരുമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മറുചോദ്യം വന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നോക്കുന്നില്ല. PK ബൈജുവിനോട് ചോദിച്ചാൽ അറിയാം ഏത് ജാതിയിലേക്കാണ് തിരിച്ചു വരേണ്ടത് എന്ന് അറിയാമെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. എനിക്കറിയില്ല. കൊടിക്കുന്നിൽ സുരേഷിനോട് ചോദിച്ചാൽ അറിയാമെന്ന് വേറൊരാൾ എഴുതിയിരുന്നു. അവരേതായാലും ഖർവാപ്പസി നടത്തിയിട്ടാണോ ഇന്ന് MLA-യും MP-യും ഒക്കെ ആയത് എന്ന് അവരോട് ചോദിക്കണം. ചോദിച്ചാൽ എവിടേക്ക് വരും എന്നുള്ളതിന്റെ ചരിത്രം വേറെയുണ്ട്, അതെന്റെ കയ്യിലുണ്ട്. പക്ഷെ ഒറ്റ ചോദ്യം കൊണ്ട് സമൂഹത്തിൽ സംശയം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത്, ഈ നേതാക്കന്മാരോട് ചോദിക്കുക ഏത് ജാതിയിലേക്ക് വരണം. മറ്റൊന്ന്, പാലക്കാടുള്ള MP രാജേഷ് ചോദിച്ചത് പ്രമാണം എന്താണ്? തിരിച്ചു വരാൻ പ്രമാണം എവിടെയാണ്? ഹിന്ദു സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് മാറാം, അവരുടെ നിയമത്തിൽപ്പെട്ടതാണ്, വിശ്വാസത്തിൽപ്പെട്ടതാണ്, അവകാശത്തിൽപ്പെട്ടതാണ്. ഇസ്ലാം മതത്തിലേക്ക് വന്നു തന്നെ തിരിച്ചു വരാൻ പ്രമാണമുണ്ടോ? വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അദ്ദേഹം അത് മുഴുവൻ വായിച്ചിട്ടില്ലെങ്കിലും ചോദിക്കുന്നതിൽ തങ്ങളുടെ കുറവ് കാണിച്ചില്ല. അങ്ങനെ ചോദിക്കുന്ന സഹാക്കന്മാരോടും ബുദ്ധിജീവികളോടും ഒരു എളിയ മറുചോദ്യം: 5000-ഓ 10000-ഓ അതിനപ്പുറമോ വർഷം ഉണ്ടായതാണല്ലോ ഈ വൈദിക സാഹിത്യവും സംസ്കാരവും എല്ലാം. അന്ന് ക്രൈസ്തവ മതം ഉണ്ടായിരുന്നു. ഈശ്വരൻ ഇസ്ലാം മതത്തിനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു, ചിന്തിച്ചിരുന്നോ? അതില്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് ക്രൈസ്തവ ഇസ്ലാം മതം ഉണ്ടാകുമെന്നും അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ തട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും ബലം പ്രയോഗിച്ചും മതം മാറ്റുമെന്നും അങ്ങനെ മാറ്റുമ്പോൾ അതിന് തിരിച്ചു കൊണ്ടുവരാൻ പ്രമാണം ചമയ്ക്കണമെന്നും വിചാരിച്ചുകൊണ്ട് വേദത്തിൽ പ്രമാണം എഴുതുകയോ? എഴുതിയിട്ടില്ല, എഴുതാൻ സാധ്യമല്ല. കാരണം അങ്ങനെ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു സംശയവും കൂടി വരാം. നമ്മളെ ഋഷിമാരെല്ലാം ത്രികാലജ്ഞാനികളാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അവർക്കിത് കണ്ടുകൂടായിരുന്നു. ഭാവിയിൽ ഇങ്ങനെ ചില മതങ്ങൾ ഉണ്ടാകും, അവർ സംഘർഷം സൃഷ്ടിക്കും, മതം സൃഷ്ടിക്കും, ബലമായി പിടിച്ചുകൊണ്ടുപോകും, തട്ടിപ്പുകൾ കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അവർ കണ്ടിരുന്നു. വഴി തെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരെ അവർ മുൻകൂട്ടി കണ്ടിരുന്നു.
വഴി പിഴച്ചു പോകുന്നവരെ അവർ മുൻകൂട്ടി കണ്ടിരുന്നു. 10,000 കൊല്ലം മുമ്പ്, അല്ലെ 5000 കൊല്ലം മുമ്പ്, അനേകായിരം കൊല്ലം മുമ്പ്. അതുകൊണ്ട് ഇസ്ലാം മതമെന്നോ ക്രൈസ്തവ മതമെന്നോ പറഞ്ഞില്ലെങ്കിലും ഋഷി എഴുതി വെച്ചു താണ്ഡ്യബ്രാഹ്മണം. താണ്ഡ്യബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണമുണ്ട്. അതിനകത്ത് പല ബ്രാഹ്മണങ്ങളുണ്ടല്ലോ, ശബദ ബ്രാഹ്മണം, അങ്ങനെ പലതും. അതിൽ താണ്ഡ്യബ്രാഹ്മണം, താണ്ഡ്യബ്രാഹ്മണത്തിൽ വ്രാത്യസ്തോമം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ വ്രാത്യസ്തോമത്തിൽ വ്രതം തെറ്റിച്ച് വഴി തെറ്റിപ്പോകുന്നവർക്ക് തിരിച്ചു വരാനുള്ള ശുദ്ധികർമ്മങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അബദ്ധസഞ്ചാരം ചെയ്യുന്നവർക്ക് തിരിച്ചു വരണമെങ്കിൽ വരാനുള്ള പ്രായശ്ചിത്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, വേദകാലത്തുണ്ടെന്നർത്ഥം. അതുകൊണ്ട് വേദകാലത്ത് പോലും വേണ്ടി വന്നാൽ വഴിമാറി സഞ്ചരിക്കുന്ന, വ്രതം തെറ്റിപ്പോകുന്ന, അബദ്ധസഞ്ചാരം നടത്താൻ സാധ്യതയുള്ളവർ ആ സഞ്ചാരത്തിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് വരാൻ തീരുമാനിച്ചാൽ വരാനുള്ള ശുദ്ധി പ്രക്രിയകളും വ്യവസ്ഥകളും അന്നു തൊട്ടേ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് പ്രമാണം ചോദിക്കുന്ന യുക്തിവാദികളോ കമ്മ്യൂണിസ്റ്റുകാരോ അവർ ഇതൊന്നും വായിച്ചിട്ടില്ലല്ലോ. വേദോപനിഷത്തുക്കളോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇത്തരം മണ്ടത്തരങ്ങൾ ചോദിക്കുന്നതിന്റെ കാരണം. ഖർവാപ്പസിയുടെ കാരണക്കാർ ആരാ? ഖർവാപ്പസിക്ക് കാരണക്കാരായത് ഖർവാപ്പസിയുടെ കാരണക്കാർ ആരാണോ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത് അവരാണ് കാരണക്കാർ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ സ്വത്ത് പിടിച്ചു കൊണ്ടുപോയാൽ എനിക്ക് ശക്തിയും കഴിവും ഒക്കെ ഉണ്ടാകും, ഞാൻ തിരിച്ചു പിടിക്കും. അതെന്റെ കഴിവല്ലേ, അതെന്റെ കരുത്തല്ലേ. അത് മോഷ്ടിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, തിരിച്ചെടുക്കുവാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് ഏത് യുക്തിയാ? ഇനി അങ്ങനെ ഒരു യുക്തി പറഞ്ഞാലും അതിനോട് യോജിക്കുവാൻ സാധ്യമല്ല. 3 തരത്തിലാണ് ഭാരതീയരെ മതം മാറ്റിയിട്ടുള്ളത്. ഒന്ന്, ബഹുദൈവ ആരാധനയുടെ പേര് പറഞ്ഞ് വിഗ്രഹ ആരാധന, പ്രകൃതി പൂജ, ഇത്തരം കാര്യങ്ങളൊക്കെ. ബഹുദൈവ ആരാധന, വിഗ്രഹ ആരാധന, പ്രകൃതി പൂജ, ഇതൊക്കെ പ്രാകൃതമാണ്. പാഗൻ റിലീജിയൻ എന്നൊരു വാക്കുണ്ടല്ലോ, പ്രാകൃതമായ ആരാധനയാണ്. അതുകൊണ്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ച് സംസ്കൃതമായ പരിഷ്കൃതമായ ഈശ്വരനെ സ്വീകരിക്കുക. പരിഷ്കാരികളുടെ ഈശ്വരൻ ഞങ്ങളുടേതാണ്, ശാസ്ത്രീയ മതം ഞങ്ങളുടേതാണ്, ശരിയായ സത്യദൈവം, സത്യവേദം. വേദം എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന കിളിരൂരാധാരൊക്കെ പറയുമ്പോൾ വേദം എന്ന് പറയും. അത് വേദം എന്നേ പറയാൻ പറ്റൂ. കുറച്ചുകൂടി വിശേഷണമുള്ളത് സത്യവേദമാണ്. അപ്പൊ ആദ്യത്തേത് നുണവേദമായിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ. ഇങ്ങനെ വേദം മാറ്റി സത്യവേദത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ ആ സത്യവേദം സ്വീകരിക്കുക, സത്യമായ ദൈവത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് മതം മാറ്റിയ ഒരു രൂപം. കല്ലിനെ ആരാധിക്കരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ് മതം മാറ്റി. രണ്ടാമത് മതം മാറ്റിയത് മുമ്പേ സാർ സൂചിപ്പിച്ചതുപോലെ ജാതി പറഞ്ഞാണ്. ഉച്ചനീചത്വമല്ലേ നിങ്ങളുടെ ജാതിയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, ഞങ്ങളുടെ മതത്തിൽ എല്ലാവർക്കും തുല്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക, ഇതാ ഞങ്ങൾ 2 കൈയിൽ നീട്ടി കാത്തിരിക്കുന്നു. സ്നേഹത്തിന്റെ മൂടുപടം അണിഞ്ഞുകൊണ്ട് കപടതയുടെ വേഷം ധരിച്ച് കൈകൾ നീട്ടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നാട്ടിലെമ്പാടും? ആ കൈകൾക്കുള്ളിലേക്ക് വഞ്ചിക്കപ്പെട്ട് പിന്നോക്ക ജാതിക്കാർ, ദളിത വിഭാഗക്കാർ, അവശർ മുഴുവൻ മതം മാറ്റപ്പെട്ടു വളരെയധികം. മൂന്നാമത് മതം മാറ്റിയത് ബലപ്രയോഗത്തിലൂടെയാണ്. ആയുധം കൊണ്ട് പീഡിപ്പിച്ച് ക്രൂരമായി ശിക്ഷിച്ച് മതം മാറ്റി. ഇങ്ങനെ 3 തരത്തിലാണ് കഴിഞ്ഞ 1200 കൊല്ലമായി ഭാരതത്തിൽ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത്.